അധ്യാപകർ. ഈ അധ്യാപകർക്ക് പല ആദർശങ്ങളും ഉണ്ടാവും. അത് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കുന്നത് രക്ഷിതാക്കളാവുന്ന നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യാപകമായി അത് നടക്കുന്നത് ഈ അറബി അധ്യാപകരൊക്കെ ആയിട്ട് കയറി വരുന്ന മുജാഹിദ് പ്രവർത്തകർ. നമ്മളത് പറയാതെ വയ്യ. കഴിഞ്ഞ വർഷം എന്റെ മോനൊക്കെ പഠിക്കുന്നിടത്തേക്ക് ഞങ്ങളൊരു 10-20 മുസ്ലിം ജമാഅത്തിന്റെ ആളുകളും SYSR കൂടെ ചെന്നിട്ട് കർശനമായി നടപടിയെടുത്തൊരു കേസാണ്. അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും. അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അറബി പഠിച്ചോളന്ന് യാതൊരു വാശിയില്ല. സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം ആത്മാർത്ഥത കാണിക്കുന്നവരായി അധ്യാപകർ മാറണം. ഇതും വെച്ച് വൃത്തികെട്ട നജ്ദിയൻ തൗഹീദ് പഠിപ്പിക്കുന്ന ശൈലി വ്യാപകമാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നജ്ദിയൻ തൗഹീദിന്റെ ആളുകളാക്കി മാറ്റുന്നു. പൂർവികരെല്ലാവരും മുശ്രിക്കുകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്ന അദാദ് മുതൽ മൗലിദ് വരെ ശിർക്കാണെന്ന് ഈ അധ്യാപകയന്മാർ. ഞാൻ ഏതെങ്കിലും സമൂഹത്തെ കുറിച്ചല്ല പറയണത്. ഇങ്ങനത്തെ ദുരുദ്ദേശം സർക്കാരിന്റെ ശമ്പളം പറ്റി നിർവഹിക്കുന്ന ആളുകൾ തീർച്ചയായും അത്തരം ശൈലിയിൽ നിന്ന് മാറി ഭാഷ പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി വേണം. അവർക്ക് നന്നാവും വലിയ പണിയായിരിക്കും. രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധ വേണം. എന്താ പഠിപ്പിച്ചതെന്ന് കുട്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം.